അന്വേഷണ സംഘത്തിന്റെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യാതൊരു തരത്തിലും രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. പാലക്കാട്ടെ ഹോട്ടൽ മുറിയിൽ നിന്നും കസ്റ്റഡി എടുക്കുന്ന സമയത്ത് ഫ്ലിപ്പ് രീതിയിൽ ഉള്ള ഒരു മൊബൈൽ ഫോൺ അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അതുകൂടിയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. എന്നാൽ അതിൻ്റെ ലോക്ക് പാറ്റേൺ ഇതുവരെയും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇനി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അത് തുറന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതേസമയം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ അദ്ദേഹം താമസിച്ചിരുന്ന പാലക്കാട് വസതിയിൽ നിന്നും മറ്റൊരു ഫോൺ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പക്ഷേ കാര്യമായ വിവരങ്ങളില്ല. ഏതാനും സുഹൃത്തുക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും രാഷ്ട്രീയ ബന്ധമുള്ള ആളുകൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ എന്നതിനപ്പുറത്തേക്ക് കാര്യമായ തെളിവുകൾ അതിൽ നിന്നും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് ഒരു ലാപ്ടോപ്പാണ്. ഈ ലാപ്ടോപ്പ് എവിടെയാണ് എന്നത് സംബന്ധിച്ച് രാഹുൽ വിശദീകരണം നൽകിയിട്ടില്ല. അത് കണ്ടെത്താൻ ആയിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷെ അത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അദ്ദേഹം ഉപയോഗിക്കുന്ന മുറിയിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒരുപക്ഷേ തിരുവല്ലയിലെ അന്വേഷണ സംഘത്തിൻ്റെ തെളിവെടുപ്പ് പൂർത്തിയായ ശേഷം നേരെ രാഹുലിൻ്റെ അടൂരിലെ വീട്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ക്രൈമുമായി അതിന് നേരിട്ടുള്ള ബന്ധമില്ല. അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു തെളിവെടുപ്പ് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ അതിലേക്ക് കാര്യങ്ങൾ അടുക്കുകയുള്ളൂ. എന്തായാലും നിലവിൽ രാഹുൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. ഇന്നലെ നമ്മൾ കണ്ട രാഹുലിന് സമാനമായ മുഖഭാവത്തോടും അതോടൊപ്പം തന്നെ ബോഡി ലാംഗ്വേജിൽ തന്നെയാണ് ഇന്ന് രാവിലെ AR ക്യാമ്പിലെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വാഹനത്തിൽ കയറുമ്പോഴും രാഹുലിനെ കണ്ടത്. ചുറ്റും കൂടി നിന്ന പോലീസുകാർക്ക് പുഞ്ചിരി നൽകിക്കൊണ്ടാണ് അദ്ദേഹം വാഹനത്തിൽ കയറിയത്. വാഹനത്തിൽ കയറിയപ്പോൾ തന്നെ വാഹനത്തിൻ്റെ ഏറെക്കുറെ മധ്യഭാഗത്ത് വലതുവശത്തെ സീറ്റുകളിൽ ഒന്നിൽ പോലീസുകാരനോടൊപ്പം ഇരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹവുമായി ചില സമയങ്ങളിൽ കുശലം സംഭാഷണത്തിൽ ഏർപ്പെടുന്നതായി നമുക്ക് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമായിരുന്നു. രാഹുലിൻ്റെ ഇന്നലത്തെ അതേ ബോഡി ലാംഗ്വേജ്, അതായത് ഈ വിഷയങ്ങളൊന്നും തന്നെ നേരിട്ട് ബാധിക്കുന്നില്ല, താൻ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം ചെയ്തിട്ടില്ല എന്ന് പ്രകടമാകുന്ന തരത്തിലുള്ള വളരെ ബോധപൂർവമായ ഒരു ബോഡി ലാംഗ്വേജ് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം കണക്കാക്കാൻ. കാരണം ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ അദ്ദേഹം പറയുന്നത് താൻ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടില്ല, ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം താൻ കുറ്റവാളിയല്ല, നിയമം അനുശാസിക്കുന്ന ഏതെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ വിശദീകരിച്ചത്. സമാനമായ വിശദീകരണമാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. ഇന്നലെ 15 മിനിറ്റിലധികം നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് പ്രതിഭാഗത്തിൻ്റെ വാദങ്ങളെ പരിപൂർണമായി തള്ളിക്കൊണ്ട് പ്രോസിക്യൂഷൻ്റെ ആവശ്യം അംഗീകരിച്ച് പ്രതിയെ 3 ദിവസത്തെ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഉത്തരവ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നടത്തിയിട്ടുള്ളത്. ആ ഘട്ടത്തിൽ പ്രതിഭാഗം പ്രധാനപ്പെട്ട പോയിന്റായി മുന്നോട്ട് വെച്ചത് ഇത് വെൽ കുക്ക്ഡായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇതിന് പിന്നിലുള്ളത്. കേസിൽ കസ്റ്റഡി അതോടൊപ്പം തന്നെ അറസ്റ്റ് എന്നിവ നിയമപരമായിട്ടല്ല. പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയത് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയാണ്. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പരാതിക്കാരിയുടെ മൊഴി വീഡിയോ കോൺഫറൻസിലൂടെ രേഖപ്പെടുത്തി പിന്നീട് അത് കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തിയാൽ 3 ദിവസത്തിനുള്ളിൽ പരാതിക്കാരി നേരിട്ടെത്തി ആ മൊഴിപ്പകർപ്പ് വായിച്ചു നോക്കി ശരി എന്ന് ഒപ്പ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത്തരത്തിലൊരു നടപടി ഈ 3 ദിവസം പരാതിക്കാരിയുടെ മൊഴി വീഡിയോ കോൺഫറൻസിംഗ് വഴി രേഖപ്പെടുത്തി 3ാം ദിവസം രേഖപ്പെടുത്തിയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ പ്രതിഭാഗത്തിന് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. മാത്രമല്ല, പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണിത്. ഇതിന് പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് വളരെ വ്യക്തമായി ഭരണകക്ഷി തന്നെ പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി ഉന്നയിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ആദ്യത്തെ 2 കേസുകളിലും അദ്ദേഹത്തിന് നിയമപരമായ പരിരക്ഷ പല കോണുകളിൽ നിന്നായി ലഭ്യമായി. അല്പം വൈകിയാണെങ്കിൽ കൂടി ഈ നടപടികളിൽ പോലീസിൻ്റെ പിടിയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഏറെ ദിവസം മാറി നിന്നു എങ്കിൽ പോലും നിയമപരമായ പരിരക്ഷ അദ്ദേഹത്തിന് പിന്നീട് ലഭ്യമാകുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ പൊളിറ്റിക്കലി ഏറെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണിത്. മാത്രമല്ല, നിയമസഭാ അംഗം ആണ് പ്രതി. പക്ഷേ ഈ വാദങ്ങളൊന്നും തന്നെ പ്രതിക്ക് ജാമ്യം അനുവദിക്കാൻ ഈ ഘട്ടത്തിൽ പര്യാപ്തമായിട്ടുള്ളതല്ല എന്ന് കോടതി വളരെ വ്യക്തമായി തന്നെ ബോധിപ്പിച്ചുകൊണ്ടാണ് ഏറ്റവും അവസാനം SITയുടെ ആവശ്യം, അതായത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് പ്രതിയെ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലേക്ക് വേണം എന്നുള്ള ആവശ്യത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ജഡ്ജി തന്നെ പ്രതിഭാഗം അഭിഭാഷകനോട് ചോദിച്ചപ്പോൾ
കസ്റ്റഡിയും കേസ് രജിസ്റ്റർ ചെയ്തതും പ്രതിയെ അറസ്റ്റ് ചെയ്തതും ഒന്നും തന്നെ നിയമപരമല്ല. അതിനാൽ തന്നെ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന് പറയുകയാണ് പ്രതിഭാഗം അഭിഭാഷകൻ ചെയ്തത്. പക്ഷേ ആ വാദങ്ങളെ പരിപൂർണമായി തള്ളിക്കൊണ്ട് 3 ദിവസത്തെ 7 ദിവസം എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. പക്ഷേ 3 ദിവസത്തേക്ക് ചുരുക്കിക്കൊണ്ട് കോടതി കസ്റ്റഡി അനുവദിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം പുറത്തേക്ക് വന്നപ്പോൾ സമാനതകളില്ലാത്ത രീതിയിലുള്ള പ്രതിഷേധമാണ് കണ്ടത്. മുട്ടയേർ അടക്കമുള്ള പ്രതിഷേധത്തിന് രൂപങ്ങൾ അവിടെ കാണാൻ സാധിച്ചിരുന്നു. പെൺകുട്ടികളും അതോടൊപ്പം തന്നെ യുവാക്കളുമായിരുന്നു പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നത്. ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റിലായതിന് തൊട്ടു പിന്നാലെ ആദ്യ കേസിലെ പരാതിക്കാരി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ആ കുറിപ്പിലെ ചില വാചകങ്ങൾ കൂടി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ബാനറുകളുമായി ഇടതുപക്ഷ പ്രവർത്തകരും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ചിത്രം വെച്ച ട്രോഫിയിൽ അതിൻ്റെ ഏറ്റവും താഴെ നമ്പർ 1 കോഴി എന്ന് രേഖപ്പെടുത്തിയ ഒരു ഷീൽഡ് അദ്ദേഹത്തിന് സമ്മാനിക്കുന്നു എന്നുള്ള തരത്തിൽ ഇത് ഈ സംഭവങ്ങളെ ചിത്രീകരിച്ചുകൊണ്ട് അങ്ങനെ ഉള്ള രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് കാണാൻ സാധിച്ചത്. പോലീസിന് വലിയ തോതിലുള്ള കായികമായ പ്രവർത്തനങ്ങളിലൂടെയാണ് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് പോലീസ് വാഹനങ്ങൾ കടത്തിക്കൊണ്ട് പോകാൻ സാധിച്ചത്. അതേസമയം രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ പ്രതിഷേധ സാധ്യത കൂടി കണക്കിലെടുത്താണ് ഇത്ര രാവിലെ തന്നെ അന്വേഷണ സംഘം തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യുമായി തെളിവെടുപ്പിനായി പുറപ്പെട്ടിരിക്കുന്നത്.